Good morning. എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? എത്രാം തീയതി എക്സാം തുടങ്ങുന്നല്ല, എക്സാം എത്രാം തീയതിയാ? 12. 12th എക്സാം. ഇനി കുറച്ച് ദിവസം ഉള്ളൂ. അപ്പോ ഇനിയുള്ള സമയം നിങ്ങൾക്ക് ഇപ്പോ ഇന്നും കൂടി ആയിരിക്കും ക്ലാസ് ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇൻഫർമേഷൻ വിട്ടില്ലേ? ഓക്കെ, അപ്പൊ ശരണ്യ മിസ്സിന്റെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ലേ? ഇന്നുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും തീർന്നല്ലോ. എല്ലാവരും ചെക്ക് ചെയ്തല്ലോ. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് 12ാം തീയതിയാണ് നിങ്ങൾക്ക് എക്സാം പറഞ്ഞേക്കുന്നത്. അപ്പൊ പേപ്പർ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2വിന്റെയും കൂടി ഒറ്റ എക്സാം ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ അതിനകത്ത് മൊഡ്യൂൾ 1ല് നമുക്ക് 2 ചാപ്റ്റർ പഠിക്കാനുള്ളൂ. ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ആ മൊഡ്യൂൾ 1ല് വരുന്നത്. ഈ മൊഡ്യൂൾ 2വില് രണ്ടും കൂടി ഒരുമിച്ചാണ് എക്സാം വരുന്നത്. പിന്നെ മൊഡ്യൂൾ 2വില് നമുക്ക് ബ്ലഡ് ബാങ്ക് ഉണ്ട്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ്, പിന്നെ ഡയറ്ററി സർവീസ്, ഡയാലിസിസ്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, മോർച്ചറി സർവീസ്, ആംബുലൻസ് സർവീസ്. ഇങ്ങനെ എത്ര ചാപ്റ്റർ ഉണ്ട്? അപ്പോ 10 ചാപ്റ്റർ ഉണ്ട് നമുക്ക് എക്സാമിന് കേട്ടോ. ഓക്കെ, 10 ചാപ്റ്റർ ആണ് എക്സാമിന് നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ അതിനകത്ത് ടെർമിനോളജിയുടെ ഒരു പോർഷൻ അബ്രിവേഷൻ നമ്മൾ പറഞ്ഞില്ലേ, അതിൽ 1 or 2 അബ്രിവേഷനും നോക്കിക്കൊള്ളാം കേട്ടോ. അതാ ഇമ്പോർട്ടന്റ് പറഞ്ഞ 1 or 2 മാക്സിമം 3, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. 1 or 2 അബ്രിവേറ്റഡ് ഫോമും എക്സാമിന് ഉണ്ടാവും. ആ ഒരു സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ 10 ചാപ്റ്ററും നിങ്ങൾക്ക് മൊഡ്യൂള് ഇതില്ലേ? നിങ്ങൾക്ക് മൊഡ്യൂള് തിരിച്ച് 4 മൊഡ്യൂള് തിരിച്ച് ടോപ്പിക് തന്നിട്ടുണ്ടല്ലോ. അതിനകത്തുണ്ട് ചാപ്റ്റേഴ്സ് കേട്ടാ. ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി, അത് 2 മൊഡ്യൂൾ 1ല് വരുന്ന. ഇപ്പൊ നിങ്ങൾക്ക് മൊഡ്യൂൾ 1ഉം 2ഉം കൂടി ഒറ്റ എക്സാം ആയിരിക്കും. എന്റെ 10 ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പഠിക്കാനുണ്ട്. അത് മൊഡ്യൂൾ 1ല് വരുന്നതാണ് ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസും. ഇനി മൊഡ്യൂൾ 2വില് ബ്ലഡ് ബാങ്ക്, CSSD, റേഡിയോളജി, ഡയറ്ററി. സെക്കൻഡ് മൊഡ്യൂളിൽ ഒന്നോടെ പറയാൻ അതിനകത്ത് വരുന്ന ഏതൊക്കെയാ? ബ്ലഡ് ബാങ്ക് വരുന്നുണ്ട്, CSSD, റേഡിയോളജി, ഡയറ്ററി, ഡയാലിസിസ്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, നെക്സ്റ്റ് മോർച്ചറി സർവീസ്, ആംബുലൻസ് സർവീസ്. ഇങ്ങനെ മൊഡ്യൂൾ 2വില് 8 ചാപ്റ്ററും മൊഡ്യൂൾ 1ല് 2 ചാപ്റ്ററും. അങ്ങനെ ടോട്ടൽ എക്സാമിന് നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത് എത്ര? 10 ചാപ്റ്റർ ഉണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ എന്റെ ആയിരിക്കും കൂടുതൽ ചാപ്റ്റർ. 8 ചാപ്റ്റർ, ആകെ 15 ചാപ്റ്റർ അല്ലേ, അതിൽ 8 ചാപ്റ്റർ നമ്മുടെ ചാപ്റ്റർ ആട്ടോ വരുന്നത് സെക്കൻഡ് മൊഡ്യൂളില്. ഫസ്റ്റ് മൊഡ്യൂളിൽ 2 ചാപ്റ്റർ ഉള്ളൂ. പക്ഷെ ഇപ്പൊ മൊഡ്യൂൾ വൈസ് നോക്കണ്ട, 2ഉം കൂടി ചേർത്തിട്ട് ഒറ്റ എക്സാം ആണല്ലോ നിങ്ങൾക്ക്. മൊഡ്യൂൾ 1ന്റെയും 2വിന്റെയും കൂടി ചേർത്തിട്ട് ഉള്ള എക്സാം ആണ് ഇനി. ഫസ്റ്റില് 2 ചാപ്റ്ററേ ഉള്ളൂ. അപ്പൊ എന്തായാലും 10 ചാപ്റ്റർ ഉണ്ട്. പിന്നെ നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയുടെ അബ്രിവേറ്റഡ് ഫോം പഠിച്ചില്ലേ, അത് ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്ത് മാത്രം പഠിച്ചാൽ മതി. അതിൽ നിന്നും 2 or 3 അബ്രിവേറ്റഡ് ഫോം എഴുതാനും ഉണ്ടാകും. ചാപ്റ്ററിന്റെ നമ്പേഴ്സ് നിങ്ങൾ നോക്കരുത് കേട്ടോ, ചാപ്റ്ററിന്റെ ഹെഡിങ് നോക്കുക. ഓക്കെ, ചാപ്റ്ററിന്റെ ആ പേര് നോക്കി തന്നെ പഠിക്കുക. അതുകൊണ്ട് പേര് തന്നെ പറഞ്ഞേക്കണേ. ഇനി എക്സാമിന്റെ പോർഷൻ സംബന്ധിച്ച് ഏതൊക്കെ ചാപ്റ്റർ എന്നുള്ളതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ഓക്കെ, 10 ചാപ്റ്റർ ഉണ്ട് കേട്ടോ. മൊത്തം 10 ചാപ്റ്റർ പഠിക്കാറുണ്ട്. നമുക്ക് എല്ലാ ചാപ്റ്ററും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോകാം. ഓക്കെ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നിന്ന് ചിലപ്പോ 1 or 2 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനോ ഒക്കെ. ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ് ഈ ഒരു ഇതിനകത്ത് വരുന്നതല്ല നിങ്ങൾക്ക്. അത് മൊഡ്യൂള് തിരിച്ച് പേപ്പറിലുണ്ടല്ലോ. ലോണ്ട്രി, ലിനൻ സർവീസ് ഒക്കെ ലാസ്റ്റത്തെയോ മൊഡ്യൂളിലേക്ക് വരുന്നതാണ്. 4th മൊഡ്യൂളിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് അതിന്റെ 4th മൊഡ്യൂളിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് അതിന്റെ വേറെ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാത്തത് കേട്ടോ. അപ്പൊ ഇത്രയും ഈ ഒരു ഇപ്പൊ പറഞ്ഞ 10 ചാപ്റ്റർ പഠിക്കുക. പിന്നെ അബ്രിവേറ്റഡ് ഫോം,
അതും കൂടി എക്സാമിന് വേണ്ടി പഠിക്കാം. ഇനി നിങ്ങൾക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഇനി അത് നോക്കി അതിനനുസരിച്ച് കിട്ടുന്ന സമയം പഠിക്കാം. ഇനിയിപ്പോ ഇന്നും കൂടി ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അതിന്റെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ തന്നിട്ടുണ്ടാവുമല്ലോ ക്ലാസിന്റെ കാര്യം. ഇന്നിപ്പോ എല്ലാവർക്കും ഓക്കെ യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ക്ലാസ് ഇന്നിപ്പോ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഞാനൊന്ന് ജസ്റ്റ് റിവിഷൻ എന്നുള്ള നിലയിൽ എല്ലാ ചാപ്റ്ററും ഒന്ന് ഓടിച്ച് നോക്കാന്ന് കരുതി കയറിയതാണ് നിങ്ങൾക്ക്. അപ്പൊ ഇതും കൂടി കഴിഞ്ഞ് ഇനി ഇപ്പൊ നിങ്ങള് പിള്ളേരൊക്കെ എക്സാമിന് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്കി പകല് ഫ്രീ ആണല്ലോ, അപ്പൊ ആ സമയം ഇരുന്ന് പഠിക്കാൻ തുടങ്ങിക്കോട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഓണത്തിന് മുന്നേ തന്നെ നിങ്ങളുടെ എക്സാം കഴിയും. അപ്പൊ പിന്നെ ഓണമൊക്കെ നല്ല ഫ്രീ ആയിട്ട് ആഘോഷിക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരു ടെൻഷൻ ആയിരിക്കും അല്ലേ, നമുക്ക് ഓയോ എക്സാം ആണല്ലോ എന്നുള്ളത്. ഇപ്പൊ അങ്ങനെ വേണ്ട, അതിനു മുന്നേ നമ്മള് എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവും. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, എങ്കിലും നമ്മൾ ചാപ്റ്റർ ഉള്ളത് കൊണ്ട് ചിലപ്പോ ഒന്ന് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വല്ലതും ചോദിക്കാം. അതിനകത്ത് നമ്മൾ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, എന്നാലും നമ്മൾ അതിനകത്ത് WHO ഇല്ലേ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിക്കാനുണ്ട്. പിന്നെ ഈ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് വേർഡ്സ് ഹോസ്പിറ്റൽ, ഹോസ്പിസ്, ഇതൊക്കെ ഡിറൈവ് ചെയ്തേക്കുന്ന ലാറ്റിൻ വേർഡായ ഹോസ്പസ്, അതും കൂടി നോക്കണം കേട്ടോ. ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ വേർഡ്സ് ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അത് ലാറ്റിൻ വേർഡ് ആണെന്നുള്ള ഓർക്കുക. അതിന്റെ മീനിങ് ഗസ്റ്റ് ഓർ വിസിറ്റർ ഓർ വൺ ഹു പ്രൊവൈഡ് ലോഡിംഗ് ഫോർ എന്റർടൈൻമെന്റ് ഫോർ ദ ഗസ്റ്റ് ഓർ വിസിറ്റർ. അപ്പൊ അതിന്റെ മീനിങ്ങും ഒക്കെ അതൊന്ന് നോക്കുക. പിന്നെ അതിനകത്ത് ഡെഫിനിഷൻ ആയിട്ടൊന്നും ചോദിക്കൂല, ഒന്ന് ഇതൊക്കെയാ അതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ നമ്മള് ഹിസ്റ്ററി ആണ്. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞത് ഏതാണ്, ആ ഡിഫറെന്റ് 4 ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ, 4-5 ഹോസ്പിറ്റൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എല്ലാവരും നോക്കണം കേട്ടോ. മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്, ഗ്രീക്ക് ഹോസ്പിറ്റൽസ്, റോമൻ ഹോസ്പിറ്റൽസ്, അറബിക് ഹോസ്പിറ്റല്, ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. അപ്പൊ അതിനകത്ത് അപ്പൊ എല്ലാം ഇത് നോക്കാം. ഈ ഹ്യൂറാബിസ് കോഡ് ഏത് ഹോസ്പിറ്റലിലാണ്, മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസിൽ വരുന്നതാണ് ഹ്യൂറാബിസ് കോഡ്. പിന്നെ അതിനകത്ത് പിന്നെ വന്നത് ഏതായിരുന്നു, പിന്നെ മിഡിൽ ഏജില് ഹോസ്പിറ്റൽ എവല്യൂഷൻ, പിന്നെ 17th സെഞ്ചുറി എമർജൻസി ഓഫ് ഹോസ്പിറ്റൽ. അത് വേണ്ട, ലാസ്റ്റ് അതിൽ നിന്ന് വേറെ ബെഡ് അത് പോപ്പുലേഷൻ റേഷ്യോ ആണ് പറഞ്ഞേക്കുന്നത്, അതില്ല അതിനകത്ത്. അതിനകത്തുനിന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഹു ഈസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ഹു ഈസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ആരായിരുന്നു മെഡിസിൻ? ഹിപ്പോക്രാറ്റസ്. അറിയാവുന്നവരൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താട്ടോ. ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ്. The first hospital established by East India Company for soldiers in 1664 is at dash. First hospital is at dash. എവിടെയായിരുന്നു എന്ന സ്ഥലമാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇവിടെയാണ്, ചെന്നൈയിലാണ്. ഓക്കെ, ചെന്നൈ. പിന്നെ അടുത്ത ഹു ഇസ് ദ ഫാദർ ഓഫ് ആയുർവേദ? ആയുർവേദ അതെല്ലാം നോക്കണം കേട്ടോ. ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ്, ഫാദർ ഓഫ് ആയുർവേദ ചരക. വിച്ച് ഇസ് ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ? ഇതായിരുന്നു പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ. പിന്നെ അതിനകത്ത് ഇയർ ഒന്ന് ജസ്റ്റ് നോക്കണം. ദ ഇയർ വിച്ച് ദ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൽക്കട്ട 1835 പിന്നെ അടുത്തത് ഇൻ വിച്ച് പീരീഡ് ദ യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ്ഡ്? യുനാനി മെഡിസിൻ ഏത് പീരീഡിലായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. അക്ബേഴ്സ് പീരീഡ്. അക്ബേഴ്സ് പീരീഡ്. പിന്നെ അതിനകത്ത് in which period the military and slave hospital existed? In which period the military and slave hospital existed? ഏത് പീരീഡിലാ? ഇതാണ് റോമൻ പീരീഡ്. പീരീഡ് ചോദിച്ചാൽ റോമൻ പീരീഡ്, ഹോസ്പിറ്റലിന്റെ ചോദിച്ചാൽ റോമൻ ഹോസ്പിറ്റൽ. അത് ഏതാണെന്ന് ഓപ്ഷൻ നോക്കി എഴുതാം അവിടെ.
പിന്നെ അടുത്തത് നമ്മള് സിസ്രുത ചരക എട്രിയ, ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ who lived in the University of Takshashila, എട്രിയ. പിന്നെ ഫാദർ ഓഫ് സർജറി, who is the father of surgery? ആണ് സിസ്രുത. പിന്നെ യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് പീരീഡിലായിരുന്നു? അക്ബേഴ്സ് പീരീഡിലായിരുന്നു. ഫാദർ ഓഫ് യുനാനി ആരായിരുന്നു? ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റസ്, ഫാദർ ഓഫ് യുനാനി. പിന്നെ അതിനകത്ത് ആ 17th സെഞ്ചുറിയിലെ അതെവിടെയാന്നുള്ളതും ആ ഈ ഒരു ഇയറും മാത്രം, അത്രേ ഉള്ളൂ ആ ഒരു ചാപ്റ്ററിൽ. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ബാങ്ക് ആണ്. അത് നമ്മൾ കുറേയൊക്കെ ടെസ്റ്റ് പേപ്പർ ഒക്കെ ഇട്ടതാണ് ബ്ലഡ് ബാങ്കില്. അതിനകത്ത് നമ്മൾ ഏതാണ് ഫങ്ഷൻസ് അതിനകത്ത് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തത് ഏതാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നൊക്കെ ചോദിക്കാം. പിന്നെ ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്നാ പറഞ്ഞേക്കണേ? ബ്ലഡ് ബാങ്ക് ടിപ്പിക്കലി ഷുഡ് ബി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. പിന്നെ അതിനകത്ത് ഓർഗാനോഗ്രാം ആണ് വരുന്നത്. ഓർഗാനോഗ്രാം പഠിക്കണം കേട്ടോ. അതിന്റെ ഓർഡർ വേണമെങ്കിൽ തെറ്റിച്ച് തന്നിട്ട് ഓർഗാനോഗ്രാം കറക്റ്റ് ആക്കാനായിട്ട് തരാം. പിന്നെ അതിനകത്ത് നിങ്ങൾ പഠിച്ചത് ഏതാന്ന് വെച്ചാൽ നമ്മള് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു, കോൺസ്റ്റിറ്റ്യുവൻസ്. അതിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ബ്ലഡ്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. അതിനി വീണ്ടും പറയുന്നില്ല കേട്ടോ, അതൊക്കെ നമ്മൾ ടെസ്റ്റ് പേപ്പർ ഇട്ട് പോയതാണ്. അതിന്റെ സയന്റിഫിക് നെയിം, 3 സയന്റിഫിക് നെയിം പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഏത് ബ്ലഡ് സെൽ, ഇപ്പൊ ഇതിനകത്ത് ചോദിക്കാം, അത് പറഞ്ഞല്ലോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് സെൽ ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂ ഇൻ ദ ബോഡി? Oxygen to the tissue, transport the oxygen to the tissues in the body. അതാണ് RBC. Okay. അതിന്റെ cells help in fighting infection. ഇതാണ് WBC. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ബ്ലഡ് സെല്ല് പ്ലേറ്റ്ലെറ്റ്. പിന്നെ അടുത്ത പ്ലാസ്മ, അത് നോക്കാം. പിന്നെ അടുത്തത് നമ്മൾ ആ ബ്ലഡ് ഏതൊക്കെ ബ്ലഡ് ടൈപ്പുകൾ പഠിച്ചില്ലേ, അത് നോക്കണം കേട്ടോ. ബ്ലഡ് ഗ്രൂപ്പ് നോക്കണം, ബ്ലഡ് ടൈപ്പ് നോക്കണം. ബ്ലഡ് ടൈപ്പ് യൂണിവേഴ്സൽ ഡോണർ ഏതാ? O നെഗറ്റീവ്. വിച്ച് ബ്ലഡ് ടൈപ്പ് എന്ന് ചോദിക്കുമ്പോ എഴുതണം കേട്ടോ, O നെഗറ്റീവ്. പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് AB പോസിറ്റീവ്. പിന്നെ അതിനകത്ത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നതെന്നുള്ളതാണ് പിന്നെ നോക്കിയത്. പിന്നെ വരുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ് ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അതിന്റെ സയന്റിഫിക് നെയിംസും ഒന്ന് നോക്കി പോകണം കേട്ടോ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് പേപ്പർ ഇട്ടതാണ്, അതുകൊണ്ട് അധികം അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. പിന്നെ നെക്സ്റ്റ് നമ്മൾ വരുന്ന ബ്ലഡ് ബാങ്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാ വരുന്നത്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അതും നമ്മൾ CSSD ആണ്, അതും നമ്മൾ ടെസ്റ്റ് പേപ്പർ ഒക്കെ ഇട്ടതാണ്. അപ്പൊ CSSDയില് എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ. CSSD സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ അതിനകത്ത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്, CSSDയുടെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് പറയുന്ന ഏതൊക്കെയാണെന്നുള്ളത് അതൊക്കെ വരും നോക്കാം. പിന്നെ വരുന്നത് ഇതിനകത്ത് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു വർക്ക് ഫ്ലോ വരുന്നുണ്ട്. CSSDയുടെ വർക്ക് ഫ്ലോയും ഓർഗാനോഗ്രാം വരുന്നുണ്ട്. അതിൽ ഓർഗാനോഗ്രാം ഓർഡർ തെറ്റിച്ച് തന്നിട്ട് ഓർഗാനോഗ്രാം എന്താ കറക്റ്റ് ഓർഡറിൽ ചെയ്യാനും അവിടെ ചോദിക്കാം. പിന്നെ അടുത്ത് നമ്മൾ നോക്കിയത് ഫങ്ഷണൽ ഏരിയാസ് ആണ്. 6 ഫങ്ഷണൽ ഏരിയ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. അതിന്റെ ഓർഡർ അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം. അതിന്റെ ഓർഡർ തെറ്റിച്ച് തന്നിട്ട് വേണമെങ്കിൽ ഓർഡർ ശരിയാക്കാനായിട്ട് ഒക്കെ ചോദിക്കാം അതിനകത്ത്. പിന്നെ അതിനകത്ത് വരുന്നത് പിന്നെ ഓരോന്നിലും നമ്മൾ പഠിച്ചില്ലേ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ് ആൻഡ് ഡ്രൈഡ് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഡാഷ് ഏരിയ. ഏത് ഏരിയയിലേക്ക് നെക്സ്റ്റ് പോകുന്നത്? ആഫ്റ്റർ ദ ടൂൾ പാക്കിംഗ് ഏരിയ. പിന്നെ അതിനകത്ത് അങ്ങനെ നമ്മൾ അത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അതിനകത്തുനിന്ന് എഴുതിയായിരുന്നു അല്ലെ. പിന്നെ അതിനകത്ത് ഏതാ വരുന്നത്? ഫങ്ഷൻസ് ഓർഗാനോഗ്രാം ഒക്കെ പറഞ്ഞു.
പിന്നെ CSSD വരുന്നത് ഏതാണോ പിന്നെ ഈ ഓട്ടോക്ലേവ് എഥിലീൻ ഓക്സൈഡ് മിഷൻ ഫ്ലാഷ് സ്റ്റെറിലൈസർ അതും നോക്കണം കേട്ടോ. ഓട്ടോക്ലേവ് പിന്നെ ETO എഥിലീൻ ഓക്സൈഡ് മിഷൻ. ഇവിടെ ഏത് ഗ്യാസാ യൂസ് ചെയ്യുന്നത്? എഥിലീൻ ഓക്സൈഡ്. അതിനകത്ത് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് sterilization method is used for heat responsive and moisture responsive material like cardiac catheter, plastic items and endoscope. ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഏത് മെത്തേഡാ യൂസ് ചെയ്യുന്നത്? ഇതാണ് എഥിലീൻ ഓക്സൈഡ് മിഷൻ ഓർ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ETO. അതിനകത്ത് ഗ്യാസ് എഥിലീൻ ഓക്സൈഡ് ആണ് കേട്ടോ, എഥിലീൻ ഓക്സൈഡ് ഗ്യാസ്. പിന്നെ അതിനകത്ത് ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണ് ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലാഷ് സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഐറ്റംസ് പോകുന്ന ഏത് ഏരിയയിലേക്കാ? ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ ഐറ്റംസ് എങ്ങോട്ടാ പോകുന്നത്? നെക്സ്റ്റ് വരുന്നത് ഏതാ? സ്റ്റോറേജ് ഏരിയയിലേക്ക്. ഓക്കെ, വെരി ഗുഡ്. സ്റ്റോറേജ് ഏരിയയിലേക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ആണ്. പിന്നെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ, കെമിക്കൽ ഇൻഡിക്കേറ്റർ, ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ, അത് മൂന്നും. പിന്നെ CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. അതിനകത്ത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നതാണെന്നുള്ളതാണ് കേട്ടോ, അത് നോക്കണം. പിന്നെ ലാസ്റ്റ് വരുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് CSSD മാനേജർ. CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഇത് നമ്മൾ ടെസ്റ്റ് പേപ്പർ ഒക്കെ എടുത്തതാണ്, അതൊരു ചാപ്റ്റർ ഒക്കെ. പിന്നെ വരുന്നത് ഏതാ? റേഡിയോളജി. റേഡിയോളജിയില് നമ്മൾ ആദ്യത്തെ ഓരോ സ്കാനിങ് ടെക്നിക്കുകളാണ്, ഇമേജിംഗ് ടെക്നിക്കുകളാണ് 4 തന്നേക്കുന്നത് റേഡിയോളജിയില്. ആദ്യത്തെ ഭാഗത്ത് എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാന്, MRI സ്കാന് അല്ലെ. അതിനകത്ത് ഏത് ടെക്നിക്കാണ് ഫീച്ചേഴ്സ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഏത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് ഈസ് യൂസ്ഡ്? അൾട്രാസൗണ്ട് ആണ്, സേഫ് ആണ്, വേറെ പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അൾട്രാസൗണ്ട്. ബോൺസിന്റെ കാര്യത്തിലാണെങ്കിൽ എക്സ്റേ ആണ്, ബോൺസില് എക്സ്റേ ആണ്. പിന്നെ CT സ്കാന് അതിന്റെ എക്സ്പാൻഡഡ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാന്. പിന്നെ MRIയുടെ എക്സ്പാൻഡഡ് ഫോം ഉണ്ട് അതിനകത്ത്, MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. പിന്നെ വാട്ട് ഇസ് ദ സ്റ്റഡി ഓഫ് ഓങ്കോളജി? സ്റ്റഡി ഓഫ് ഓങ്കോളജി അല്ല, വാട്ട് ഈസ് ഓങ്കോളജി? സ്റ്റഡി ഓഫ് ക്യാൻസർ. ഓക്കെ. പിന്നെ അതിനകത്ത് പിന്നെ വരുന്നത് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ലൊക്കേഷനിൽ അറിയാലോ എവിടെയായിരിക്കണം. ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത റേഡിയേഷൻ റിസ്കുകൾ സിവിയർ എഫക്ട്സ്, ക്രോണിക് എഫക്ട്സുകൾ. ഇതിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. പിന്നെ വരുന്നത് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. പിന്നെ അതിനകത്ത് ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അത് മൂന്നും. ഓക്യുപേഷൻ ആണെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ്, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ്, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക്. പിന്നെ അടുത്തത് നമ്മള് മെഷേഴ്സ് ആണ്. എന്തൊക്കെ മെഷേഴ്സ് ആണെന്നുള്ളതാണ്. പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ, സ്റ്റാഫിന്റെ സേഫ്റ്റിക്ക് വേണ്ടി എന്തൊക്കെയാണ്, ഫോർ പബ്ലിക്കിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. ഇത് നമ്മൾ ടെസ്റ്റ് പേപ്പർ എടുത്ത ചാപ്റ്റർ തന്നെയല്ലേ, റേഡിയോളജിയുടെ നമ്മൾ അന്ന് എടുത്തായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരുവിധമൊക്കെ നോക്കിപ്പോയിട്ടുണ്ടെന്ന് അറിയാം ഈ ഒരു ചാപ്റ്റേഴ്സ്. ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ എടുക്കാത്തത്. പിന്നെ വരുന്നത് ഏതാ? ഡയറ്ററി ആണ്. ഡയറ്ററി സർവീസ്. ഡയറ്ററി സർവീസ് മീൻസ് എന്താ? ഡയറ്ററി എന്ന് പറഞ്ഞാൽ പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു ദ പേഷ്യൻസ് അല്ലെ. ഫുഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഇതാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഡയറ്ററി സർവീസിൽ പിന്നെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സ് ആണ് ഫസ്റ്റ് തന്നെ വരുന്നേക്കുന്നത്. ഒബ്ജക്റ്റീവ്സ്
ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്ത് ഏതൊക്കെയാണ്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റുകൾ നോക്കണം. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റുകൾ. പിന്നെ ലൊക്കേഷൻ എവിടെ തന്നെ ആയിരിക്കണം എന്നാ പറഞ്ഞ ഡയറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കണം. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. പിന്നെ അതിന്റെ സ്റ്റാഫിങ് നോക്കുക. ഓർഡർ ഇതുപോലെ കറക്റ്റ് ചെയ്യാൻ അതൊക്കെ നമ്മള് ടെസ്റ്റ് പേപ്പർ ഈ ഒരു ചാപ്റ്റർ എടുത്തതാണ് അല്ലെ. ടെസ്റ്റ് പേപ്പർ എടുത്ത മെഡിക്കൽ സൂപ്രണ്ട്, ചീഫ് ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ, കുക്ക്, അസിസ്റ്റന്റ് കുക്ക്, വെയറേഴ്സ്, ക്ലീനേഴ്സ്. പിന്നെ അതിനകത്ത് നമ്മള് റോൾ ഓഫ് ഡയറ്റീഷ്യൻ, ഇൻ പേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, പിന്നെ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് നാലെണ്ണം. പിന്നെ അതിനകത്ത് ഫങ്ഷൻസ് ആണ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത്, ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇനി ലാസ്റ്റ് ഒരു ഏരിയയിൽ വരുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണ് ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഡയറ്ററി സർവീസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത്. അത്രേ ഉള്ളൂ. അത് നമ്മുടെ ടെസ്റ്റ് പേപ്പർ എടുത്തല്ലേ ഒരു ചാപ്റ്റർ അല്ലേ? ഓക്കെ. അതുകൊണ്ട് ടെസ്റ്റ് പേപ്പർ പറഞ്ഞ ചാപ്റ്റർ ഒക്കെ കുറച്ചൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. പിന്നെ വരുന്നതാണ് ഡയാലിസിസ്. അതും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് കേട്ടോ. ഡയാലിസിസില് നമ്മൾ ഡയാലിസിസ് എന്താന്ന് പറഞ്ഞു അല്ലെ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ദാറ്റ് റിമൂവ് ദ എക്സ്ട്രാ ഫ്ലൂയിഡ് വേസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം ബ്ലഡ് വെൻ ദ കിഡ്നീസ് ആർ നോട്ട് ഏബിൾ ടു ഡു. കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ കിഡ്നി ചെയ്യുന്ന അതേ ഒരു പ്രവർത്തനം ഒരു പ്രോസസ്സിലൂടെ കളയുന്നതിനെയാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഡയാലിസിസില് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഏതൊക്കെയാണ്? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, പിന്നെ രണ്ടാമത്തെ ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയറും അല്ലെ. അപ്പോ റീസെന്റ് ആയിട്ട് കിഡ്നിയുടെ ഫങ്ഷൻ നഷ്ടപ്പെടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. Patient who have suddenly permanently lost kidney function. പെർമനന്റ് ആയിട്ട് കിഡ്നിയുടെ ഫങ്ഷൻ നഷ്ടപ്പെടുന്നതിനെ ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയും. റീസെന്റ് ആയിട്ട് കിഡ്നിയുടെ ഫങ്ഷൻ നഷ്ടപ്പെടുകയാണെങ്കിൽ AKI എന്ന് പറയുന്നു. പെർമനന്റ് ആയിട്ട് കിഡ്നിയുടെ ഫങ്ഷൻ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെയാണ് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഇത് രണ്ടും നോക്കണം. പിന്നെ വരുന്ന കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ്, നമ്മൾ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഹീമോഡയാലിസിസ് ആണ്. അതിനകത്ത് which of the following is the functions of kidney? കിഡ്നിയുടെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നെ which is the most common type of dialysis? ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ഡയാലിസിസ് ഏതാണ്? ഹീമോഡയാലിസിസ്, ഹീമോഡയാലിസിസ്. പിന്നെ അതിനകത്ത് പിന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്സുകളാണ് അതിനകത്ത് നോക്കിയത്. അപ്പൊ അതിനകത്ത് ശ്രദ്ധിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ട് എഴുതാം. സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് വെയിൻ, അതിന് എന്തെന്ന് പറയുന്നത്? AV fistula. കണക്ഷൻ ഓഫ് വെയിൻ ആൻഡ് ആർട്ടറി ദാറ്റ് യൂസസ് ഹോളോ സിന്തറ്റിക് ട്യൂബ്. അങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, AV ഗ്രാഫ്റ്റും ആണ്. ഡിഫറൻസ് മനസ്സിലാക്കി എഴുതാം. AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും പറഞ്ഞു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ മൂന്നാമത്തെയാണ് വാസ്കുലർ അസസ് കാത്തീറ്റർ. അതെന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ഹീമോഡയാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ അതിനകത്ത് നെഫ്രോളജിസ്റ്റ്, ഡോക്ടർ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ കിഡ്നി പ്രോബ്ലം, നെഫ്രോളജിസ്റ്റ്. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് പെരിറ്റോണിയൽ ഡയാലിസിസ്, PD ആണ്. അതിനകത്ത് നിന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ. In which dialysis the blood is purified inside your own body instead of using a dialyser machine? ഇത് ഡയാലിസിസ് നമ്മുടെ ബോഡി തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. The lining of the abdominal lining ഏതാ? പെരിറ്റോണിയം.
പിന്നെ നമ്മൾ ആ 3 ഇത് പറഞ്ഞു കേട്ടോ. അത് പെരിറ്റോണിയൽ ഡയാലിസിസ് ഇൻ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ഡയാലിസേറ്റ് സീൻ ഇൻസൈഡ് ദ സ്റ്റൊമക്കിന്റെ ഉള്ളില് ഇത് കാണപ്പെടുന്നതിന് എന്താ പറയുന്നത്? നിറയ്ക്കുന്നതിന് ഫിൽ എന്ന് പറയുന്നു. ഡയാലിസേറ്റ് നിറയ്ക്കുന്നതിന് ഫില്ല് സ്റ്റൊമക്കിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഡൊൽ എന്ന് പറയുന്നത്. ഡയാലിസിസ് 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഡയാലിസിസ് കംപ്ലീറ്റ് ആയിട്ട് ആ ഡയാലിസേറ്റ് പുറത്തേക്ക് കളയുന്നതിനെയാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. DRAIN, ഡ്രെയിൻ. അത് 3 നോക്കാം. പിന്നെ നമ്മള് നെക്സ്റ്റ് ഒരു ഇതിനകത്തുനിന്ന് എക്സ്പാൻഡഡ് ഫോംസ് നോക്കാൻ പറയായിരുന്നു. CAPD ഇതാണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. CCPD കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. നെക്സ്റ്റ് IPD ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്, IPD. പിന്നെ നെക്സ്റ്റ് 3ാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞത് CRRT ആണ്, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അവിടെ ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയാലിസിസ് ഈസ് യൂസ്ഡ് മെയിൻലി ഇൻ ദ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ ദ പീപ്പിൾ വിത്ത് സിവിയർ കിഡ്നി ഫെയിലിയർ. ഇതാണ് ഇന്റൻസീവ് കെയറിൽ കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്നത് CRRT ആണ്. അതിന്റെ എക്സ്പാൻഡഡ് ഫോമും നോക്കണം, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. പിന്നെ അവിടെ വരുന്ന ഏതാ അഡ്വാൻറ്റേജസ് ആൻഡ് ബെനിഫിറ്റ്സ്. ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ നമുക്കത് കറക്റ്റ് ആയിട്ട് ഇത് കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. പിന്നെ വരുന്നത് ആഫ്റ്റർ ഇഫക്ട്സ് ആണ്. അത് രണ്ടും നോക്കണം കേട്ടോ. ആഫ്റ്റർ ഇഫക്ട്സ്, ഹീമോ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ വരുന്ന ഏതൊക്കെയാണ്, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ വരുന്നത് ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നെ അടുത്തത് നമ്മള് പറഞ്ഞേക്കുന്നത് ഡയാലിസിസ് സെന്റർ ആണ്. Clinical establishment that treat the patient with a renal failure, dialysis center. പിന്നെ അതിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ വരുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യുന്നുണ്ട് കാര്യങ്ങള്. പിന്നെ അതിനകത്ത് പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്. പിന്നെ ലാസ്റ്റത്തെ വരുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റി. അതൊക്കെ നിങ്ങൾ ആ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അതിനകത്ത് ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണ്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാം. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡയാലിസിസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡയാലിസിസ് കോർഡിനേറ്റർ. റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എയില് മോണിറ്റർ റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ് ഇൻഫർമേഷൻ. സെക്കൻഡ് തന്നേക്കുന്നത് ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് transportation of the patient to or from dialysis facility. പിന്നെ third, attends daily rounds and meetings. The all of the above. ഏതാ വരുന്നത്? ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാ? all of the above. അത് 3ഉം അതിനകത്ത് തന്നെ വരുന്നതാണ്. ഓക്കെ, ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഡയാലിസിസും നമ്മൾ ടെസ്റ്റ് പേപ്പർ ഇട്ടതല്ലേ അല്ലേ? ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ ഒരുവിധം പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ടെസ്റ്റ് പേപ്പർ നമ്മൾ ഇട്ടത് കൊണ്ട് ഒന്ന് നോക്കിയിട്ടുണ്ടാവും. പിന്നെ ഇനി നമുക്ക് 3 ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഇട്ടിട്ടില്ല അല്ലെ? ഇത്രയല്ലേ ഇട്ടുള്ളൂ നമ്മള്? ഇല്ല. ഇനിയിപ്പോ 3 ചാപ്റ്റർ ആണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾ പഠിക്കാത്ത ചാപ്റ്റർ ആയിരിക്കും അത് അല്ലെ? ടെസ്റ്റ് പേപ്പർ പറയാത്തതുകൊണ്ട് പഠിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഉണ്ട്. പിന്നെ വരുന്നത് മോർച്ചറി സർവീസ് ഉണ്ട്, ആംബുലൻസ് സർവീസ് ഉണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. അതിനകത്ത് ഫസ്റ്റ് തന്നെ എന്താണ്? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ്, അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാ? നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെ? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ HAI, അതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിക്കണം കേട്ടോ. HAI, hospital acquired infection, is also known as nosocomial infection. What is the meaning? Nosocomial means the word nosocomial is derived from the Latin word, and then nosocomial meaning hospital. Okay, very good. Hospital nana. The word nosocomial means hospital. Is nosocomial. The word nosocomial is derived from the Latin word. എന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്. ഇനി ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇത് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഇസ് ഓൾസോ നോൺ ആസ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഇത് എവിടെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എവിടെ നിന്ന് അക്യൂർ ചെയ്യാം?
അത് അതിനകത്ത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. എവിടെയാണ്? അതായത് നോസോകോമിയൽ ഇൻഫെക്ഷൻ മേ ബി അക്വേർഡ് ഇൻ ഹോസ്പിറ്റലിൽ നിന്നാവാം, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നിന്നാവാം, നഴ്സിംഗ് ഹോം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്, ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറി ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സ്. ഇവിടെ നിന്നൊക്കെ ഇത് അക്യൂർ ചെയ്യാം. നോസോകോമിയൽ ഇൻഫെക്ഷൻ മേ ബി അക്വേർഡ് ഇൻ, അത് എവിടെ നിന്നൊക്കെയാണെന്നുള്ളത് ചോദിക്കാം. പിന്നെ അതിനകത്ത് വരുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിനകത്ത് ഏതാണ്? മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് HAI, പ്രധാനപ്പെട്ട HAI ഏതൊക്കെയാണെന്ന് കോമൺ ആയിട്ടുള്ളത് ഇതെല്ലാവരും പഠിക്കണം. യൂറിനറി ട്രാക്ട്, അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതിന്റെ ഓപ്ഷൻസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ, സ്കിൻ ഇൻഫെക്ഷൻ. ഇത്രയും നോസോകോമിയൽ ഇൻഫെക്ഷൻസിന് എക്സാമ്പിൾ ആണ്. പിന്നെ അതിനകത്ത് ഏതാ വരുന്നത്? സിംറ്റംസ് ആണ് കേട്ടോ. അതിനകത്ത് സിംറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതൊക്കെയാന്ന് ചോദിക്കാം. അത് നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് നോട്ട് ഉണ്ടോ? കയ്യിലുണ്ട്? അപ്പൊ എടുത്തു വെച്ചിട്ടില്ലായിരിക്കും അല്ലെ? ഓക്കെ, വേണമെന്നില്ല, ഞാൻ പറഞ്ഞതുള്ളൂ. അപ്പൊ സിംറ്റംസുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കണം കേട്ടോ. ഡിസ്ചാർജ് ഫ്രം വൂണ്ട്, ഫീവർ, കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ, ഹെഡേക്ക്, നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ. പിന്നെ നെക്സ്റ്റ് വരുന്നത് അതിനകത്ത് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. അതും നോക്കണം കേട്ടോ. ഏതൊക്കെയാണ് അതിന്റെ സോഴ്സ്, നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സോഴ്സ് ഏതൊക്കെയാന്നുള്ളത്. അതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ? എവിടെ നിന്നൊക്കെ വരാം? അതർ പേഷ്യൻസ്, വിസിറ്റേഴ്സ്, ഹോസ്പിറ്റൽ പേഴ്സണിൽ നിന്ന് വരാം, സർജിക്കൽ പ്രൊസീജിയർ, എയർ, വാട്ടർ ഓർ ഫുഡ്, പേഷ്യൻസ് നോർമൽ ഫ്ലോറ, ഫോമിറ്റി കണ്ടാമിനേഷൻ, ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കാത്തീറ്റർ. ആ ഒരു ബബിൾസിൽ തന്നിട്ടുള്ളതില്ലേ, അത് അതുപോലെ തന്നെ പഠിക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് അതിനകത്ത് നോസോകോമിയൽ ഇൻഫെക്ഷന് ചാൻസ് ഉള്ളവർ ആരൊക്കെയാന്നുള്ളതാണ്. ഹു എമംഗ് ദ ഫോളോയിങ് ഹാവ് ചാൻസ് ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ? ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന ഏജ്, particularly if the patient is more than 17 years old. ഓപ്ഷൻ ബിയിൽ ലെങ്തി ICU stays. നെക്സ്റ്റ് ഓപ്ഷൻ സിയിൽ തന്നിരിക്കുന്നത് ഇനി ട്രോമ. ഓപ്ഷൻ ഡിയിൽ ഓൾ ഓഫ് ദ എബോ എന്നാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാവരും ഓക്കെ, വെരി ഗുഡ്, എല്ലാവരും ഈ നോസോകോമിയൽ ഇൻഫെക്ഷന് ചാൻസ് ഉള്ളവരാണ്. പിന്നെ നെക്സ്റ്റ് ദാറ്റ് ഈസ് എ ടെസ്റ്റ് ടു വ്യൂ ദ എയർവേ ആൻഡ് ഡയഗ്നോസ് ലങ് ഡിസീസ്. ലങ്സ് ഡിസീസ് അല്ലെങ്കിൽ എയർവേ ടെസ്റ്റ് ചെയ്യുന്ന അത് ഏത് ടെസ്റ്റാ? ഏതാണ്? ലാപ്രോസ്കോപ്പി, ബയോപ്സി, ബ്രോങ്കോസ്കോപ്പി, നൺ ഓഫ് ദ എബോവ്. ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഡാഷ് ഈസ് എ, ഒന്നുകൂടി പറയാം കേട്ടോ. ഡാഷ് ഈസ് എ ടെസ്റ്റ് to view the airway and diagnose lung disease. Laparoscopy. B. Bronchoscopy. C. Biopsy. Okay, option D, none of the. Bronchoscopy ആണ് lung disease ഒക്കെ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ്, ബ്രോങ്കോസ്കോപ്പി. പിന്നെ നെക്സ്റ്റ് നമ്മള് ഏതാ പറഞ്ഞ? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. ഈ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പല മാർഗങ്ങൾ, പല രീതികളെ പറഞ്ഞ്. അതിൽ നമ്മൾ ഏഴെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു, 5 എണ്ണം. ഏതൊക്കെയാ പറഞ്ഞ? കോണ്ടാക്റ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാം, പിന്നെ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാം, എയർബോൺ ട്രാൻസ്മിഷൻ, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. അങ്ങനെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ വരുന്ന ഏതൊക്കെയാണുള്ളത്? കോണ്ടാക്ട് തന്നെ 2 ഉണ്ട്. ഡയറക്റ്റ് കോണ്ടാക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും അതിനകത്ത് വരുന്നതാണ്. ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. പിന്നെ അതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനിൽ വരുന്ന ടെയിൻഡ് ഗ്ലൗസ്, കണ്ടാമിനേറ്റഡ് നീഡിൽ, കണ്ടാമിനേറ്റഡ് ഡ്രസ്സിങ്, അതർ പേഷ്യന്റ് കെയർ ജോബ്സ്. ഇതിനകത്ത് ഏതാണ് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നത്? ടെയിൻഡ് ഗ്ലൗസ് വഴി, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് നീഡിൽ വഴി, കണ്ടാമിനേറ്റഡ് ഡ്രസ്സിങ്സ് വഴി. നെക്സ്റ്റ് ഓപ്ഷൻ ഡിയില് അതർ പേഷ്യന്റ് കെയർ ജോബ്സ്. ഏതാ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന? ഏതാ?
ഓപ്ഷൻ ഡി ആണ്. ഗ്ലൗസ്, നീഡില്, ഡ്രസ്സിങ്സ് മറ്റുള്ള ഒബ്ജക്റ്റിൽ നിന്നും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ. ഓക്കെ, ഗ്ലൗസ് ഒക്കെ അതെന്ന് പറഞ്ഞ ഗ്ലൗസ്, പിന്നെ അതുപോലെ നമ്മൾ നീഡില് വഴി, ഡ്രസ്സിങ്സ്, ക്ലോത്ത്സ്, ഇതൊക്കെ വഴി ഒരു മീഡിയം, ഒരു ഒബ്ജക്റ്റിൽ കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോണ്ടാക്ട്. ഡയറക്റ്റ് ആ ഇൻഫെക്ഷൻ ഉള്ള ഒരാളുമായിട്ട് ഡയറക്റ്റ് ഇതുണ്ടെങ്കിൽ, അതാ നമ്മൾ പറഞ്ഞ പേഷ്യൻസിനെ കുളിപ്പിക്കുമ്പോഴോ അവരുടെ പേഷ്യൻസ് കെയർ ജോബ്സ്, അവരെ ശുശ്രൂഷിക്കുന്ന ജോലികളിലൊക്കെ ഏർപ്പെടുമ്പോഴോ നമ്മൾ ഡയറക്റ്റ് ആ പേഷ്യന്റിന് ചെന്ന് പിടിക്കേണ്ടി വരും അല്ലെ. അപ്പൊ ടച്ച് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് നേരെ വരികയാണ്. മറ്റേതൊരു ഒബ്ജക്റ്റ് വഴിയാണ് ഇൻഫെക്ഷൻ വരുന്നത് ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റില്. പിന്നെ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ വരുന്ന ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഡിവൈസസ്, എക്യുപ്മെന്റ്സ്, ഇതൊക്കെ വെക്ടർ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ ആണ്. വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസംസ് വഴി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതാണ്. വെക്ടേഴ്സ് വഴി ഏതൊക്കെ? മോസ്കിറ്റോ, ഫ്ലൈസ്, റാറ്റ്, അതർ വെർമികമ്പോസ്റ്റ്, ഇങ്ങനെയുള്ളതൊക്കെ വഴി ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസംസ്, ഇതൊക്കെ വഴി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അത് രണ്ടും നോക്കണം. ഓക്കെ, പിന്നെ അതിനകത്ത് വരുന്നത് പിന്നെ അതിന്റെ പ്രിവെന്റീവ് മെത്തേഡ് ആണ്. പ്രിവെന്റീവ് മെത്തേഡ് ഏതൊക്കെയാ? സാനിറ്റൈസേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE, അത് നോക്കട്ടെ. എക്സ്പാൻഡഡ് ഫോം PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ഗ്ലൗസ്, പിന്നെ അതുപോലെ അഡീഷണൽ പ്രിക്കോഷൻസ്, ആന്റി മൈക്രോബിയൽ സർഫീസ്. അപ്പൊ പ്രിവെന്റീവ് മെത്തേഡുകളിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്? പ്രിവെന്റീവ് മെത്തേഡ് വരുന്നത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് മീൻസ് can be included in that preventive hospital acquired infection? പ്രിവെന്റ് ചെയ്യുന്ന മീൻസ്, മാർഗങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാം. സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അഡീഷണൽ പ്രിക്കോഷൻസ്, ആന്റി മൈക്രോബിയൽ സർഫസ്. 7 ഉണ്ട്, അത് നോക്കണം. പിന്നെ അതിനകത്ത് വരുന്നത് പിന്നെ നമ്മൾ ആ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയെ പറഞ്ഞത് അത് നോക്കണം. ആ ടേബിള് നോക്കണം. അപ്പൊ അതിനകത്ത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തവർ ആരൊക്കെയാണെന്ന് ചോദിക്കാം. ചെയർപേഴ്സൺ, മെമ്പർ സെക്രട്ടറി, മെമ്പേഴ്സ്, റിലവന്റ് മെഡിക്കൽ ഫെസിലിറ്റീസ്, സപ്പോർട്ട് സർവീസുകൾ, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ഇതൊക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തവരാണ്. ഇൻഫെക്ഷൻ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തവർ ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാം. പിന്നെ അതിനകത്ത് വരുന്നത് റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം, അവരുടെ റോൾ എന്താണെന്നുള്ളത്. അത്രേ ഉള്ളൂ ആ ഒരു ചാപ്റ്ററിൽ. പിന്നെ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് അത് വേണ്ട, ഒരു പ്രാക്ടിക്കൽ പോലെ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാൻ തന്നിട്ട് ഉണ്ടെന്നുള്ളൂ. അതിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരൂല കേട്ടോ. അത് വേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഒരു 2 ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് മോർച്ചറി സർവീസ് ആണ്. മോർച്ചറി സർവീസ് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ദ ടേം മോർഗ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് മോർഗ്. ഏത് വേർഡിൽ നിന്നാ ടേം മോർഗ്? ഫ്രഞ്ച് വേർഡ് ആണ് കേട്ടോ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ മീനിങ് മോർഗ്? മോർഗ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? ടു ഹോൾഡ് സീരിയസ്ലി. ടു ഹോൾഡ് സീരിയസ്ലി. മോർഗ് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് വേർഡ് ആണെന്ന് പറഞ്ഞു. മോർഗ്, ദ ടേം മോർഗ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ്. അതിന്റെ മീനിങ്, മോർഗ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ടു ഹോൾഡ് സീരിയസ്ലി. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞത് ഏതാ? നീഡ് ഓഫ് ഫോർ മോർച്ചറി. മോർച്ചറിയുടെ ആവശ്യകത എന്തൊക്കെയാണെന്നുള്ളത് ഒരു 4 പോയിന്റ് ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസിന്റെ ഫങ്ഷൻസ്, അതും നമ്മൾ കുറച്ച് പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്.
പിന്നെ അതിനകത്ത് വരുന്നത് നമ്മൾ ക്ലെയിം ചെയ്യാത്ത അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഡെഡ് ബോഡീസ് ദാറ്റ് ആർ നോട്ട് ക്ലൈംഡ് ആർ കെപ്റ്റ് ഇൻ ദ മോർച്ചറി ഫോർ ഡാഷ് ഹവേഴ്സ്. ഇത്ര മണിക്കൂർ സൂക്ഷിക്കും ക്ലെയിം ചെയ്യാത്ത ബോഡീസ്? 72 മണിക്കൂർ വരെ ആ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം എന്നാണ് നിയമം. അതിനുശേഷമാണ് അത് ബെറിയലിന് കൊടുക്കാൻ പറ്റുള്ളൂ. 22 മണിക്കൂർ വരെ ക്ലെയിം ചെയ്യാത്ത ബോഡീസ് സൂക്ഷിക്കണം എന്നുണ്ട്. പിന്നെ precisely planned mortuary complex is beneficial to അടുത്തൊക്കെയാണ് ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റാഫ്, മെഡിക്കൽ സ്റ്റുഡൻസ്, സ്റ്റാഫ്, ഇവർക്കൊക്കെ ഇത് ബെനിഫിഷ്യൽ ആണ്. പിന്നെ അതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കണം, type of dead bodies preserved in mortuary can be classified as ഏതൊക്കെയാ? നോൺ മെഡിക്കോ ലീഗൽ ഉണ്ട്, മെഡിക്കോ ലീഗൽ ഉണ്ട്. കുട്ടികൾക്ക് നോൺ മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠനാവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് വെക്കുന്നതാണ്, സൂക്ഷിക്കുന്നത്. മോർച്ചറിയിൽ കീപ്പ് ചെയ്യുന്ന ബോഡീസ് 2 ടൈപ്പ് ബോഡീസ് ഉണ്ട്. നോൺ മെഡിക്കൽ ലീഗൽ ഉണ്ട്. അത് വേറെ ഇതൊന്നുമല്ല, എന്താണ്? കുട്ടികൾക്ക് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന വേണ്ടിയിട്ട്, സ്റ്റുഡൻസിനൊക്കെ വേണ്ടി. മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അത് കേസിന്റെ ഭാഗമായിട്ട്, ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമൊക്കെ ആയിട്ട് മരണ കാരണം കണ്ടെത്താൻ, മർഡർ ആണോ എന്നൊക്കെ കണ്ടെത്താനായിട്ട് ഒക്കെ വേണ്ടിയിട്ട്, അതിന്റെ റീസൺ, ഡെത്ത് എന്തുകൊണ്ടാണ് ഉണ്ടായെന്നൊക്കെ ഒരു ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട്, മെഡിക്കോ ലീഗൽ പർപ്പസ് ൊക്കെ വേണ്ടിയിട്ട്, എന്താ കാരണം എന്നൊക്കെ കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാം. പിന്നെ അടുത്ത ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്ന് പറഞ്ഞാൽ അധികം എല്ലാവരും കോമൺ ആയിട്ട് കാണുന്ന രീതിയിലോ ഫ്രണ്ടിലോ തന്നെ ഒന്നും ആവണമെന്നില്ല. ദ ലൊക്കേഷൻ ഷുഡ് ബി ആൻ ഒബ്സ്ക്യൂർ പ്ലേസ്, അവ്യക്തമായിട്ടുള്ള ഡ്യൂബിയസ് പ്ലേസ്, അവ്യക്തമായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വാർഡ്സിൽ നിന്ന്, ICU, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി ആൻഡ് പതോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ ഫങ്ഷണൽ ഏരിയാസ് നോക്കണം കേട്ടോ. ഏതൊക്കെയാണ് ഫങ്ഷണൽ ഏരിയ വരുന്നതിന്? പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ, റിസപ്ഷൻ ഏരിയ ഉണ്ട്, ട്രോളി ബേ ഉണ്ട്, പിന്നെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, പിന്നെ അടുത്ത സ്റ്റോറേജ് ചേംബർ ഉണ്ട്, സ്റ്റോറേജ് ചേംബർ. അതിനകത്ത് പോസിറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിലോ ബോഡീസ് ഏതൊക്കെ ടെമ്പറേച്ചറിലാണ്? ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ 2 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 4 ഡിഗ്രിയുടെ ഇടയിലായിരിക്കും ഡെഡ് ബോഡീസ് അവിടെ കീപ്പ് ചെയ്യുന്നത്. ഏതിലോ? പോസിറ്റീവ് ടെമ്പറേച്ചർ. നെഗറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിലോ ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ -50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -25 ഡിഗ്രിയുടെ ഇടയിലായിരിക്കും കേട്ടോ. അത് രണ്ടും നോക്കണം. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത് ഓഫീസ് റൂം ഉണ്ട്, ഡോക്ടേഴ്സ് റൂം ഉണ്ട്, സ്റ്റോർ റൂം ഉണ്ട്, റൂം ഫോർ ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റന്റ്, ചേഞ്ചിങ് റൂം, ടോയ്ലറ്റ്സ്. ഇത്രയാണ് അതിനകത്ത് ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നത്. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പിന്നെ പറയേണ്ടത്, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ടൈപ്പ് ഓഫ് മോർച്ചറീസ് ഏതൊക്കെയാണ്? വെയിറ്റിംഗ് മോർച്ചറി ഉണ്ട്. വെയിറ്റിംഗ് മോർച്ചറി എന്തിനു വേണ്ടിയിട്ടാ? വെയിറ്റിംഗ് മോർച്ചറി മരിച്ച വ്യക്തി ശരിക്കും മരിച്ചു, ട്രൂ ആയിട്ട് ഡെത്ത് ആയി എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെയിറ്റിംഗ് മോർച്ചറി വെച്ചേക്കുന്നത്. is a mortuary building planned specifically for the purpose affirming that a deceased person are truly dead. അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഹോസ്പിറ്റൽ മോർച്ചറി ആണ്. ഹോസ്പിറ്റൽ മോർച്ചറി is situated within a hospital or care center or hospice or retirement homes. അവിടെ അതിന്റെ ഉള്ളിലൊക്കെ വരുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. അവിടെ ഒരു കാര്യം പറയാനുള്ള എംപ്ലോയീസ്, അവരെന്താ പറയുന്ന ഒരു പേരുണ്ടല്ലോ, ദ എംപ്ലോയീസ് സാലറിഡ് പേഴ്സൺ, മോർട്ടീഷ്യൻ, മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ ആണ് അവിടെ പറയുന്നത്. പിന്നെ അടുത്ത പ്രൈവറ്റ് മോർച്ചറി ആണ്. പ്രൈവറ്റ് മോർച്ചറീസ് is a private structure to receive the remains waiting for burial or cremation. പിന്നെ നമ്മൾ മോർച്ചറി എൻവയോൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. പിന്നെ ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഓട്ടോപ്സി, ക്ലിനിക്കൽ ഓട്ടോപ്സി. ഓട്ടോപ്സിയിൽ നമ്മളെ ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താണ്, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്താണെന്നൊക്കെ നോക്കുക. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സി എന്തിനു വേണ്ടിയാ? ക്ലിനിക്കൽ ഓട്ടോപ്സി ക്ലിനിക്കൽ ഓട്ടോപ്സി is carried out to diagnose എന്ത് മനസ്സിലാക്കുന്ന? ഓക്കെ, വെരി ഗുഡ്. ഡിസീസ് എന്താണ്, എന്ത് രോഗം കൊണ്ടാ മരിച്ചാൽ ഡിസീസ്
എന്താണെന്നൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ക്ലിനിക്കൽ ചികിത്സാപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്ത് നമ്മള് മരണത്തിലേക്ക് നയിച്ച രോഗം എന്താണ്, എന്ത് രോഗം മൂലമാണ് മരിച്ചത് എന്നൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ക്ലിനിക്കൽ ഓട്ടോപ്സി. പിന്നെ എന്നാലോ നമ്മള് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയോ എക്സിക്യൂട്ടഡ് വിത്ത് ദ എയിം ഓഫ് പ്രൊവൈഡിങ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? about the identity, the cause of death, time of death, situation of death, അങ്ങനെയുള്ളതൊക്കെ മെഡിക്കൽ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട് മരണത്തിന് നമ്മള് എന്താ പറയാ എന്ത് ഒരു മെഡിക്കൽ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട് മരണ കാരണം കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് ഒക്കെ എപ്പോഴാണ് മരിച്ചത്, ആ ടൈം ഓഫ് ഡെത്ത്, സിറ്റുവേഷൻ എന്താണ്, ഇതൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് പർപ്പസ് ഓഫ് ML ഓട്ടോപ്സിയുടെ പർപ്പസ് എന്തൊക്കെയാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി. A doctor who specialized in understanding the nature and cause of disease is called ഏതാ? ഓങ്കോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, പത്തോളജിസ്റ്റ്, none of the above. ആരാ? പത്തോളജിസ്റ്റ്. പ്രൈവറ്റ് മോർച്ചറി ഈസ് എ പാർട്ട് ഓഫ് ഡാഷ്. എന്തിന്റെ ഭാഗമാണ്? ഫ്യൂണറൽ ഹോംസ്. അത്രയൊക്കെയാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒരു ഇത് നോക്കുക, ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് പെർഫോംഡ് ബൈ പത്തോളജിസ്റ്റ്, ബട്ട് ML ഓട്ടോപ്സി, മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സീസ് ബൈ ഫോറൻസിക് എക്സ്പേർട്ട് ആണ് അത് ചെയ്യുന്നത് കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സി പത്തോളജിസ്റ്റും ML ഓട്ടോപ്സി ഫോറൻസിക് എക്സ്പേർട്ടും ആണ് ചെയ്യുന്നത്. അപ്പൊ അത്രേ അതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ആംബുലൻസ് സർവീസ് ആണ്. ആംബുലൻസ് സർവീസ്. അപ്പൊ അതിനകത്ത് ഫങ്ഷണൽ, നമ്മൾ പല ടൈപ്പ് ആംബുലൻസ് പറഞ്ഞു. അതിൽ ഫങ്ഷണൽ ടൈപ്പ് വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെയാ? എമർജൻസി ആംബുലൻസ് ഉണ്ട്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് വരുന്നുണ്ട്, പിന്നെ ആംബുലൻസ് ബസ് ഉണ്ട്, ചാരിറ്റി ആംബുലൻസ് ഉണ്ട്, ബാരിയാട്രിക് ആംബുലൻസ് ഉണ്ട്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് ഉണ്ട്, സൈക്യാട്രിക് ആംബുലൻസ് ഉണ്ട്. ഫങ്ഷണൽ ടൈപ്പ്. എമർജൻസി ആംബുലൻസ്, എമർജൻസി ആയിട്ടുള്ള ഇതിനകത്ത് കേസുകളിലാണ് എമർജൻസി ആംബുലൻസ് യൂസ് ചെയ്യുന്നത്. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് എമർജൻസി ഒന്നുമില്ല, സാധാരണ ഇപ്പൊ ഒരു പേഷ്യന്റ് സ്ഥിരമായിട്ട് നമ്മൾ ഡയാലിസിസ് ചെയ്യണം, അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. അതിനകത്ത് ഇത്രേ ഉള്ളൂ, ട്രാൻസ്പോർട്ടിങ് ദ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഡ്യൂട്ടി. ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പെട്ടെന്ന് ഒരു അപകടം ഒക്കെ നടന്നു, കുറച്ച് ആളുകൾക്ക് ഒരു 10, നമ്മൾ എത്ര പേരെ 10ഓ 20ഓ പേർക്ക് അതിനകത്ത് ആംബുലൻസ് ബസ്സിൽ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറച്ച് പേർക്ക് ഒരുമിച്ചൊക്കെ ഈ അപകടം വരുമ്പോഴാണ് അങ്ങനെ അത് ഉപയോഗിക്കുന്നത്. പിന്നെ ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചാരിറ്റി ആംബുലൻസ്. ബാരിയാട്രിക് ആംബുലൻസ് പറഞ്ഞാൽ എന്താണ്? ഓവർവെയിറ്റ് പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ്. റാപ്പിഡ് ഓർഗൻ റിക്കവറി എന്ന് വെച്ചാൽ എന്താണ്? കളക്ട് ദ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ who have died suddenly from heart attack, ആക്സിഡന്റ്, അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള പേഷ്യൻസിന് അവർക്കുടെ ഓർഗൻ റിക്കവർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൊണ്ടുപോകുന്നത്. സൈക്യാട്രിക് ആംബുലൻസ് സൈക്യാട്രിക് എമർജൻസി ഉള്ള പേഷ്യൻസിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യും. പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞ ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ അനുസരിച്ച് എത്ര ടൈപ്പ് ഉണ്ട്? 4 ടൈപ്സ് ഉണ്ട് അല്ലെ? ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി. അപ്പൊ അതിനകത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് ടൈപ്പ് ഡി എന്ന് പറയുന്നത്. സി എന്ന് പറഞ്ഞാൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഓക്കെ, അപ്പൊ അതിനകത്തൊക്കെ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് നോക്കണം കേട്ടോ. ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ്, ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്, ഇങ്ങനെയുള്ള ബേസിക് ലൈഫ് സപ്പോർട്ട് ഇതുള്ളതാണ്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉള്ളതാണ്, എക്യുപ്മെന്റ്സ് ഉള്ളതാണ് ടൈപ്പ് സിയില്. ടൈപ്പ് ഡി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. അപ്പൊ അതിനകത്ത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മിഷൻസ്, ഡിഫിബ്രിലേറ്റർ, ECG, പിന്നെ അതുപോലെ തന്നെ വെന്റിലേറ്റർ, ഓക്സിജൻ സിലിണ്ടർ, പൾസ് ഓക്സിമീറ്റർ, ഇങ്ങനെയുള്ള പിന്നെ റെസിസ്റ്റേഷൻ കിറ്റ്, സക്ഷൻ മെഷീൻ, നെബുലൈസർ, BP അപ്പാരറ്റസ്, ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സുകളൊക്കെ ഉള്ള ഇതാണ് അഡ്വാൻസ്ഡ് ടൈപ്പ് ആണ് ടൈപ്പ് ഡി എന്ന് പറയുന്നത് കേട്ടോ. മോസ്റ്റ് അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ്.
പിന്നെ അതിനകത്ത് എക്യുപ്മെന്റ്സുകളാണ് 2-വേ റേഡിയോ കമ്മ്യൂണിക്കേഷന് വേണ്ടി, മൊബൈൽ ഡാറ്റ ടെർമിനൽ, എവിഡൻസ് ഗ്യാതറിംഗ്, CCTV എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആംബുലൻസ് ജീവനക്കാർക്കെതിരെ എന്തെങ്കിലും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തെളിയിക്കാനൊക്കെ ഒരു പരിധിവരെ CCTV സഹായിക്കും. പിന്നെ ടെയിലിംഗ് ഓർ ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്, ട്രോമ ലൈറ്റിംഗ് അതൊക്കെ നോക്കണം കേട്ടോ. ട്രോമ ലൈറ്റിംഗ് പേഷ്യൻസ് ഫോട്ടോ സെൻസിറ്റീവ് ആണെങ്കിൽ നോർമൽ ലൈറ്റ് അവർക്ക് പറ്റില്ല, അവർക്ക് ട്രോമ ലൈറ്റിംഗ് വേണം. പിന്നെ അതിനകത്ത് സാധാരണയായിട്ട് ഏതാ ബ്ലൂവോ റെഡോ കളറൊക്കെയാണ് ട്രോമ ലൈറ്റിംഗ് വരുന്നത്. പിന്നെ എയർ കണ്ടീഷനിങ്, പിന്നെ ഡാറ്റ റെക്കോർഡ്സ്. പിന്നെ നമ്മൾ പറഞ്ഞത് വിഷ്വൽ വാർണിംഗ്സ് ആണ്. ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? പാസീവ് വിഷ്വൽ വാർണിംഗ്, പാസീവ് ആണ്, ആക്റ്റീവായിട്ട് കൊടുക്കുന്നതല്ല, പാസീവ് ആണ്, എപ്പോഴും ഉണ്ടാവും. അതില് സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, റെഡ് ക്രസന്റ്, മാൾട്ടീസ് ക്രോസ്, ഇതെല്ലാം പാസീവ് വിഷ്വൽ വാർണിംഗ്. അത് ഓരോ രാജ്യത്തും വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മുടെ ഇവിടെ ഏതാണ്? നമ്മൾ റെഡ് ക്രോസും സ്റ്റാർ ഓഫ് ലൈഫും ഒക്കെയാണ് നമ്മുടെ ഇവിടെ സാധാരണ കാണുന്നത്. പിന്നെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്, അതിനകത്ത് നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആംബുലൻസ് ബീക്കണിന്റെ കളേഴ്സ് ബ്ലൂ, റെഡ്, ആംബർ ആൻഡ് വൈറ്റ് ഇതൊക്കെയായിരിക്കും കോമൺ കളേഴ്സ് യൂസ്ഡ് ഫോർ ആംബുലൻസ് വാർണിംഗ് ബീക്കണുകളിൽ. പിന്നെ എത്ര ഡിഗ്രി കവറേജാ പറഞ്ഞേക്കുന്നത്? സേഫ്റ്റി 360 ഡിഗ്രി കവറേജ് എല്ലാ വശത്തേക്കും കിട്ടുന്ന രീതിയിൽ. പിന്നെ ഓഡിയബിൾ വാർണിംഗുകള്. പിന്നെ കോസ്റ്റ് അനുസരിച്ച്, ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോസ്റ്റ് അനുസരിച്ച് നമുക്ക് ആംബുലൻസിന് പല ഇതാണ്. ഗവൺമെന്റ് ഫണ്ടഡ് ഉണ്ട്, പ്രൈവറ്റ്ലി ഫണ്ടഡ് ആംബുലൻസ് ഉണ്ട്, ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു അത് ഫ്രീ ആയിരിക്കും ചാരിറ്റി കൊടുക്കുന്നത്. പക്ഷെ ചാരിറ്റിക്ക് നമ്മളൊരു എന്താ പറയാ ഒരു കോൺട്രിബ്യൂഷൻ എന്ന നിലയിൽ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. അതായത് ആ പേഷ്യൻസ് ഉപയോഗിച്ച് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ആവശ്യമില്ലാത്ത സ്ട്രക്ചറോ അല്ലെങ്കിൽ അങ്ങനെ മറ്റേ വീൽ ചെയർ, ബെഡ്, വാട്ടർ ബെഡ് അങ്ങനെയുള്ളത് വേണമെങ്കിൽ നമുക്കത് ചാരിറ്റി ഫ്രീ ആയിട്ട് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യുപകാരം എന്ന നിലയിൽ അത് വേണമെങ്കിൽ ചാരിറ്റിക്ക് കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാം. അങ്ങനെയുള്ളത്. ഹോസ്പിറ്റൽ ഫണ്ടഡ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കിടന്നിട്ട് പേഷ്യന്റ് മരിക്കുകയാണെങ്കിൽ അത്രയും ദിവസം കിടക്കുമ്പോഴത്തേക്കും ഒരു എമൗണ്ട് പേഷ്യന്റിന് ഓൾറെഡി ഹോസ്പിറ്റലിൽ മേടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന നിലയിൽ അവരെന്തെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വീട്ടിലേക്ക് ഡെഡ് ബോഡി എത്തിച്ചു കൊടുക്കും. അങ്ങനെയുള്ളത്. പിന്നെ ഏത് നമ്പറിലാണ് നമ്മൾ ആംബുലൻസിനെ കോൺടാക്ട് ചെയ്യാൻ വിളിക്കുന്നത്? 108. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് വിളിക്കും പറയണ്ടേ? ക്രൂസ്, ആംബുലൻസ് ക്രൂയിങ്, ഫസ്റ്റ് റെസ്പോണ്ടർ, ആംബുലൻസ് ഡ്രൈവർ, നോൺ എമർജൻസി അറ്റൻഡന്റ്, എമർജൻസി കെയർ അസിസ്റ്റന്റ്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, രജിസ്റ്റേർഡ് നേഴ്സ്, പാരാമെഡിക്സ്, എമർജൻസി കെയർ പ്രാക്ടീഷണർ, ഫിസിഷ്യൻ അസിസ്റ്റന്റ്, ഫിസിഷ്യൻ. 10 പേര്. അയ്യോ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എനിക്ക് ഒറ്റ ശാസ്ത്രം ഇങ്ങനെ പറഞ്ഞിട്ടേ എന്തായാലും നമ്മുടെ എല്ലാ ചാപ്റ്ററും ഒന്ന് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും പുക പോലെയൊക്കെ കയറിയോ? ഇത്രയും ചാപ്റ്ററിലൂടെയൊക്കെ ഓടിപ്പോയോ? ഓക്കെ, ഏകദേശം ഒരു ഇതൊക്കെ നമ്മളൊന്ന് വെറുതെ നോക്കി പോയിട്ടുണ്ട്. ഇനി ബാക്കിത്തെ നിങ്ങളുടെ ഇതാണ്. ഇത്രയൊക്കെ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഒരുമാതിരി നമ്മൾ ഏരിയൊക്കെ കവർ ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഒക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. എനിക്കൊരു സമാധാനമായി ഒരു ക്ലാസ് കിട്ടിയപ്പോ നിങ്ങളൊന്ന് റിവൈസ് ചെയ്തല്ലോ. ഓക്കെ, ബാക്കി എന്ത് ചെയ്യാ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇനി എക്സാമുമായിട്ട് വേറെ സംശയമോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ചാപ്റ്ററിലോ, അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ല. 10 ചാപ്റ്റർ, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളും കൂടി നമുക്ക് 10 ചാപ്റ്റർ പ്ലസ് മറ്റേ അബ്രിവേഷൻ മറക്കരുത് കേട്ടോ. 1-2 അബ്രിവേഷൻ ഉണ്ടാവും. അതും കൂടി അത് ഇമ്പോർട്ടന്റ് പറഞ്ഞത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. അതും കൂടി ഇതിനകത്ത് ഒന്ന് പഠിച്ചു വെക്കുക. അബ്രിവേറ്റഡ് ഫോം എന്തെങ്കിലും 1-2 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്രേ ഉള്ളൂ. എല്ലാവരും ബോറടിച്ചോ? പഠിച്ചു തുടങ്ങിക്കോട്ടെ. ഇപ്പൊ നമുക്ക് ഡേറ്റ് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം വേണ്ട. പിള്ളേരെയൊക്കെ എക്സാമിനായിട്ട് വിട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബാക്കി വീട്ടിലിരിക്കുന്ന, ഇനിയിപ്പോ സ്റ്റഡി ലീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ദിവസം ഉണ്ടല്ലോ പഠിക്കാൻ. അപ്പൊ നമ്മളിപ്പോ ക്ലാസ്സിലിരിക്കുന്ന ആ ടൈം 2 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇരുന്ന് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും കഴിഞ്ഞില്ലേ? ഡൗട്ട് ചോദിക്കട്ടെ? എക്സാമിന് ഇതേപോലെ ലിങ്ക് അയച്ചു തന്നിട്ട് നമ്മൾ അതിൽ കയറാണോ ചെയ്യേണ്ടത്? അത് നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് ഇതുണ്ടാവും. നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിലെത്തിയാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അത് എക്സാമിന് മുന്നേ അത് ഇവിടുന്ന് സാറ് പറഞ്ഞു തരും എങ്ങനെയാണ് എക്സാം അറ്റൻഡ്. ഫസ്റ്റ് എക്സാം അല്ലേ? അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ ലിങ്ക് കയറിയിട്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് എക്സാം
ഇത് ചെയ്യാം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക ലാസ്റ്റ്. അതിപ്പോ എക്സാമിന് മുന്നേ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു വെച്ചോ എല്ലാവർക്കുടെയും കഴിഞ്ഞില്ലേ? പിന്നെ ഏതാ പഠിക്കാത്ത ഏതാ? എല്ലാരും പഠിച്ചു തുടങ്ങിയോ? അത് ഏതെങ്കിലും പഠിച്ചു തീർത്തോ? അബ്രിവിയേഷൻ പഠിച്ചിട്ടില്ല. ആ, ബാക്കി എല്ലാനൊക്കെ ഒരുവിധം നോക്കി കഴിഞ്ഞോ? പഠിച്ചുകൊണ്ടിരിക്കണു അല്ലെ? എല്ലാവർക്കും നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഈക്വൽ ആയിട്ട് എല്ലാ ടീച്ചേഴ്സും എടുക്കുന്നതിന് വരും. കോമൺ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നേ ഉള്ളൂ. പഠിക്കുക എന്നൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇതിനേക്കറി. അപ്പൊ ഇനിയിപ്പോ നിങ്ങക്ക് ഫ്രീ ആവുമല്ലോ, ക്ലാസ്സിൽ ഇരിക്കണ്ട, അപ്പൊ കിട്ടുന്ന സമയമൊക്കെ പഠിക്കുക. എക്സാമിന്റെ ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. ഇത് മാത്രമേ നിങ്ങൾ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ നമ്മൾ നോക്കിയിട്ടൊന്നും തിരക്ക് പിടിച്ച് ചെയ്യണ്ട. നിങ്ങൾക്ക് സമയം ഇഷ്ടം പോലെ സമയം ഉണ്ടാവും. എഴുതാനൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഓപ്ഷൻ നോക്കി ക്ലിക്ക് ചെയ്താൽ മതി. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിച്ച് ചെയ്യരുത്. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചതിന് ശേഷം മാത്രം കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുക. അത് മാത്രമേ പറയുന്നുള്ളൂ. എന്നുവെച്ചാൽ നിങ്ങൾ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാൻ ശ്രദ്ധിക്കാഞ്ഞിട്ട് തെറ്റിപ്പോയി എന്നൊക്കെയാ പറയുന്നത്. അറിയില്ല എന്നിട്ട് തെറ്റിയെന്ന് പറയാറില്ല, ശ്രദ്ധിക്കാഞ്ഞിട്ട് തെറ്റിപ്പോയിന്ന്. അതായത് നിങ്ങൾക്ക് ടൈം ഉണ്ടാവും, നിങ്ങൾക്ക് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എക്സാമുമായിട്ട് എന്തെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ വേണമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. അതിന് മുന്നേ സാർ പറഞ്ഞു തരും എങ്ങനെ നമ്മൾ കെയർ ചെയ്യണ്ടേന്നുള്ളതൊക്കെ. ഓക്കെ, അതാ പറഞ്ഞ നെറ്റിൽ ഇഷ്യൂ വന്നാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ക്ലിയർ ആയിട്ട് ഒരു മറുപടി നിങ്ങൾക്ക് തരും കേട്ടോ. ഓക്കെ, നിങ്ങൾ പഠിക്കാനുള്ളത് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളത് പഠിച്ചു വെച്ചു. ക്ലാസ് ഇനി മൈൻഡപ്പ് ചെയ്തോട്ടെ. ഇനി ഞാൻ അത് തന്നെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ 10 ചാപ്റ്റർ ഇതിന്റെ ഉള്ളിൽ കൂടെ കവർ ചെയ്ത് പോയി. ഓക്കെ ബൈ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. എല്ലാവരും നന്നായിട്ട് ഓക്കെ. ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് നല്ലോണം. ഓക്കെ ബൈ.